രാം നാരായണ രാം. ഇന്നത്തെ ഭൂമിയിൽ 800 കോടിയോളം ആളുകളുണ്ട്. എല്ലാവരും ജനിക്കുന്നപ്പോഴേക്കും ഒരേ ശബ്ദം, ഒരേ ശ്രവണശബ്ദം കൊണ്ടുവന്നു. ആ ശബ്ദം കുഞ്ഞുങ്ങൾ ജനിക്കുന്നപ്പോൾ അവർ ആരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം തന്നെയാണ്. അതുകൊണ്ടു എല്ലാവരും ജനിച്ചു. സനാതന ധർമ്മം പാലിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് പ്രസംഗിച്ച് ജനിക്കാറില്ല. മുസ്ലിം കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പ്രസംഗിച്ച് ജനിക്കാറില്ല. 400 തരം ധർമ്മങ്ങൾ പിന്തുടരുന്ന ആളുകൾ ഭൂമിയിൽ എവരും അവർ കൈയൊഴിയാനായി ഒരു ശബ്ദം കൊണ്ട് ജനിച്ചു. അവരുടെ ഓരോ ധർമ്മത്തിന്റെ ശബ്ദം കൊണ്ട് ജനിച്ചില്ല. ഭൂമിയിലുള്ള എല്ലാ ധർമ്മ സംരക്ഷകരും ധർമ്മപ്രേമികളുമായി ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മനുഷ്യനിർമ്മിത ധർമ്മം എത്രത്തോളം പ്രത്യേകമാണ്, എത്രത്തോളം ശക്തമാണ്. എന്നാൽ അവരുടെ കുട്ടികൾ അവരുടെ സ്വന്തമായ ധർമ്മത്തിന്റെ ശബ്ദം കൊണ്ട് ജനിക്കുന്നില്ല. അതിനാൽ ഈ എല്ലാ കുട്ടികളും ഓരോ അവരുടെ സ്വന്തം ധർമ്മത്തിൽ ജനിക്കുമ്പോൾ അവർ ഒരേ ശബ്ദം കൊണ്ട് ജനിക്കുന്നു. ഇങ്ങനെ അവർ ഈ ലോകം വിട്ടുപോയപ്പോൾ അവർ വീണ്ടും ഒരേ ശബ്ദം കൊണ്ടുപോയി. അവരുടെ ഓരോ ധർമ്മത്തിന്റെ ശബ്ദം കൊണ്ടുപോകുന്നില്ല. എല്ലാ ധർമ്മവാളുടെയും വേദനയുടെ ശബ്ദം ഒരേപോലെയാണ്. നമ്മുടെ രാജ്യത്തിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുകാരോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പിതാവ് മഹാത്മാഗാന്ധികാരോ അവർ എപ്പോഴും വേറിട്ട ശബ്ദത്തിൽ ജനിച്ചുവോ അല്ലെങ്കിൽ വേറിട്ട ശബ്ദത്തിൽ മരണപ്പെട്ടു? അവർ ഒപ്പം ഒരേ ശബ്ദം കൊണ്ടാണ് ജനിച്ചത്. മരണവേളയിൽ പോലും അവരുടെ വേദനയുടെ ശബ്ദം ഒരേപോലെ ആയിരുന്നു. ജൻഗൺ മന എന്ന് രചിച്ച നോബൽ സമ്മാന വിജേതാവായ രവീന്ദ്രനാഥ് ടാഗോർകാരുടെ മരണസമയത്ത് അവർ ജൻഗൺ മന പാടുന്ന തരത്തിൽ പോകുകയുണ്ടായിരുന്നു. ഇന്നും മനുഷ്യൻ ഇതിനെ മനസ്സിലാക്കുന്നില്ല. ആളുകൾ ഇത് മനസ്സിലാക്കുന്നു. നാം ഇവിടെ തന്നെയാണ്, ഇതിൽ മാത്രമേ ഉള്ളൂ, മരണത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. എന്നാൽ ചിന്തിക്കാൻ ആവശ്യമായ കാര്യം അപേക്ഷികമായ എങ്കിൽ നാം മരണത്തിന് ശേഷം എവിടെ പോവുകയില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നു വന്നിരിക്കാം? ഒരു സ്ഥലത്തായിരിക്കും. അവിടെ മനുഷ്യൻ പോവുകയും അവിടെ നിന്നു തിരികെ വരികയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നായി മനുഷ്യനിർമ്മിത ധർമ്മം, മനുഷ്യനിർമ്മിത രാഷ്ട്രീയങ്ങൾ, മനുഷ്യനിർമ്മിത ഭരണഘടന, വ്യക്തിഗത അവകാശങ്ങൾ എന്നിവ നീക്കിവച്ച് പ്രകൃതിയുടെ നിയമം പിന്തുടരേണ്ടതാണ്. ഓരോ മനുഷ്യനും പ്രകൃതിയുടെ പ്രവർത്തകനാണ്. എല്ലാ മനുഷ്യനിർമ്മിത ധർമ്മങ്ങളും ഇത് പാഠം നൽകുന്നു. കർമ്മം തന്നെ ധർമ്മമാണ്. എന്നാൽ നമ്മുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരികാരുടെ പറയുന്നതനുസരിച്ച് നമ്മുടെ എല്ലാം ചിന്തിച്ച് സിദ്ധാന്തങ്ങൾ എടുക്കാൻ കർമ്മങ്ങൾ ചെയ്യുന്നവൻ നമ്മളാണ്. കർമ്മം എന്നത് നമ്മുടെ മനസ്സാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് സിദ്ധാന്തം എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ശരീരം അത് നടപ്പിലാക്കുന്നു. ധർമ്മത്തിന്റെ പ്രവർത്തനം പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്, തർക്കം ഉണ്ടാക്കലല്ല. കൂടാതെ എല്ലാവരെയും സംരക്ഷിക്കാനും എല്ലാവരെയും ശ്രദ്ധിക്കാനും അതിന്റെ ലക്ഷ്യം. നമ്മുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരികാർ പറയുന്നുവോ, കർമ്മം മനുഷ്യൻ ചെയ്യുന്നില്ല, കർത്താവ് ആ സൃഷ്ടിയെ ചെയ്തവനാണ്, നമ്മളെ ഇവിടെ അയച്ചവൻ, നമ്മളെ ജനിപ്പിച്ചവൻ. അതായത് ആകാശവും പ്രകൃതിയും. നമ്മൾ ഇവയിൽ നിന്നാണ് ജനിക്കുന്നത്. മനുഷ്യന്റെ കയ്യിലുള്ള എല്ലാം ആകാശവും പ്രകൃതിയും തന്നെയാണ്. ആകാശം, ഭൂമി, ജലം, വായു, ഊർജം, ഈ 5 പ്രഥമ ഭൂതങ്ങളിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു. ഇത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ശ്വസിക്കാമോ, ജീവിച്ചിരിക്കും എങ്ങനെയോ? അതിനാൽ കർമ്മമെല്ലാം ഇവയുടെ വഴി നടക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നു, സിദ്ധാന്തങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആകാശം പ്രകൃതിയെ സൃഷ്ടിച്ചു, സൃഷ്ടി ഉണ്ടാക്കുകയും സൃഷ്ടിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത്. എല്ലാം തമ്മിൽ ചേർന്നിരിക്കുന്നു. ഇവക്കുവഴി തന്നെ നമുക്ക് ഊർജം ലഭിക്കുന്നു. നമ്മുടെ ചൈതന്യങ്ങൾ ഉണർന്നു, നമ്മുടെ വിവേകം രൂപം കൊണ്ടു. മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ വിവേകം മാത്രമേ പറയൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും കുടുങ്ങിയിരിക്കുന്നു, ബന്ധങ്ങളിൽ കുടുങ്ങി പോവുകയാണ്. ഈ പാടുകളിൽ നിന്ന് പുറത്തുപോകാൻ ഓരോ വ്യക്തിക്കും രാം നാരായണ രാം എന്ന നാമം ഉപയോഗിച്ച് ബന്ധപ്പെടേണ്ടതാണ്. അതിനാൽ ഈ ബീജമന്ത്ര വഴി നിങ്ങൾ ലോകോത്തര സ്മരണ പര്യവേഷണം ചെയ്യാൻ കഴിയും. ഈ ബീജമന്ത്രത്തിൽ ലോകം മുഴുവൻ അളവുമുണ്ട്. അതിനാൽ രാം നാരായണ രാം എന്ന ജപം തുടർന്നു ചെയ്യൂ. കർമ്മയും ധർമ്മം ഉലഞ്ഞുകൂടിയുള്ള ഭാവന കളയുക. ഈ ബീജമന്ത്രം വഴി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ കർമ്മയും ധർമ്മം എല്ലാം നിങ്ങളുടെ അനുകൂലമായ രീതിയിൽ മാറും.